നിസാമാടാ അങ്ങനെ തീരെ ഓക്കെ അല്ല. ആൻസൈറ്റി കാര്യങ്ങളൊക്കെ അതൊക്കെ അവന്റെ തോന്നലല്ലേ. ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ ഓരോ അറ്റൻഷൻ സീക്കിംഗ് ആണ്. എനിക്കതിന്റെ ഗൗരവം മനസ്സിലാവായിട്ട് നമുക്ക് വന്നാലേ നമ്മൾ അതിനെ പറ്റി പഠിക്കും. നമ്മൾ വിചാരിക്കും പോസിറ്റീവായി ചിന്തിച്ചാൽ എല്ലാം ശരിയാവും. പക്ഷെ പോസിറ്റീവായി എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെ ഇവിടെ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. മനസ്സിന്റെ തോന്നലാണ്, അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ ചെയ്യാൻ പോകും. എന്നിട്ട് ഉള്ള ആൻസൈറ്റി ഒന്നുകൂടെ പോകും. ഒരാൾ വന്ന് അവന്റെ പ്രശ്നം പറയുമ്പോൾ അവനെ കേൾക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക, അതിന്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാക്കുക, ആൻസൈറ്റിനെ പറ്റി മനസ്സിലാക്കുക. ഇനി ഇതൊന്നും താല്പര്യമില്ല, കേൾക്കാനും താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും. ആൻസൈറ്റിയുള്ള ഒരാളോട് പോയിട്ട് നീ ലൂസറാണ്, നീ നിന്റെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല, നിന്റെ മനസ്സിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അയാളത് പീക്കാക്കി അവർക്ക് എന്താ പ്രശ്നം എന്ന് അറിയാതെ അവരെന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിൽ നമുക്ക് ആൻസൈറ്റിനെ പറ്റി അറിയണമെങ്കിൽ ആൻസൈറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അല്ലാത്ത പക്ഷം അവരതിനെ പറ്റി ചിന്തിച്ചിട്ട് അവരുടെ ലൈഫ്, കരിയർ, ഡ്രീംസ്, ഫ്രണ്ട്സ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അവർ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. അതിന്റെ ഇടയിൽ ഈ ജഡ്ജ്മെന്റ് ഒന്നും അവർക്ക് താങ്ങില്ല.